ഏതൊക്കെ സാമൂഹിക വിഭാഗങ്ങളാണ് അനർഹമായി നമ്മുടെ ഈ പങ്കാളിത്തങ്ങളെല്ലാം കൈവശം വെച്ചിട്ടുള്ളത്, പിന്തള്ളപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് സമഗ്രമായി പഠിച്ചുകൊണ്ട് സാമൂഹിക ക്ഷേമം നീതിപൂർവമാക്കാൻ ജാതി സെൻസസ് ഈ രാജ്യത്ത് അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് ഈ യാത്രയിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടുത്തെ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ലംഘനത്തിൽപ്പെട്ട ഒരു ലംഘനമാണ് പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളൊരു ആവശ്യം ഇവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം പ്രിയ സുഹൃത്തുക്കളെ, BJP ഭരണത്തിൽ ഏകപക്ഷീയമായി ചുട്ടെടുക്കുന്ന ഓരോ നിയമങ്ങളും അത് ജനവിരുദ്ധവും വംശീയ അടിസ്ഥാനത്തിലുമുള്ളതാണെന്ന് നാം ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കാൻ പോകുന്നു. അതിലേക്ക് കൂടുതൽ ഞാൻ കിടക്കുന്നില്ല. അത് ഒരുപാട് തവണ നമ്മുടെ രാജ്യത്ത് പലവിധ ആളുകളും ഇവിടെ പ്രതിപാദിച്ച വിഷയമാണ്. ആ പൗരത്വ നിയമവും അതുപോലെ തന്നെ കുറ്റവും ശിക്ഷയുമെല്ലാം തുടങ്ങിയവക്ക് മതം മാനദണ്ഡമാക്കിക്കൊണ്ട് ഇവിടെ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോദി ഗ്യാരണ്ടിയിൽ പോലും ഇടം പിടിച്ച മുത്തലാഖ് നിയമം, ആ നിയമത്തിന്റെ ദുഷ്ടലാക്ക് നാം ഇന്ത്യ മഹാരാജ്യത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു മതത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ മുത്തലാഖ് ബില്ല് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സ്വന്തം ഭാര്യയെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുവെങ്കിൽ അവന് ക്രിമിനൽ കുറ്റം നടപ്പിലാക്കുന്ന ഒരു ബില്ലാണ് മുത്തലാഖ് ബില്ല്. ആ ബില്ല് ഇവിടെ മതാധിഷ്ഠാനത്തിലാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ആ നിയമം എല്ലാവർക്കും ഈ രാജ്യത്ത് ബാധകമാണെങ്കിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ ആ ബന്ധം വേർപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ നിയമം ബാധകമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ആ ക്രിമിനൽ കുറ്റം കൊണ്ട് ആദ്യം ജയിലിൽ അടക്കപ്പെടേണ്ടത് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരിക്കുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ നമ്മുടെ ഫെഡറലിസം ഈ രാജ്യത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈവിധ്യമാർന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആ ഫെഡറലിസവും ഇന്ന് വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, BJP ഭരിക്കാത്ത ഇതര സംസ്ഥാനങ്ങളിലെല്ലാം അവരുടെ ഭരണം വരുതിയിലാക്കാൻ വേണ്ടി തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ ഗവർണർമാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു. ഫെഡറലിസത്തിന് പുല്ലുവില കൽപ്പിച്ച് എല്ലാ അധികാരങ്ങളും ഒരിടത്ത് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഏകാധിപത്യ ഭരണം കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യ രാജ്യത്ത് ഈ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ 2014 BJP ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന പ്രമേയമാണ് ഈ രാജ്യത്തുള്ള മുദ്രാവാക്യങ്ങളിലൊന്നാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന്. ഇപ്പോൾ അതേക്കുറിച്ച് യാതൊരുവിധ മുണ്ടാട്ടവുമില്ല. നമുക്കറിയാം, ഇവിടെ തൊഴിൽ ലഭ്യമായി എന്ന് മാത്രമല്ല, ലഭ്യമായില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന അവസരങ്ങൾ പോലും നൽകുന്നതിന് ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇവിടെ സൈന്യത്തിലേക്കുള്ള ഒരു നിയമനം വന്നു. അഗ്നിപഥ് എന്ന പേരിൽ അത് ഇപ്പോൾ താൽക്കാലികവും കരാർ അടിസ്ഥാനത്തിലുമാക്കി മാറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം 10 ലക്ഷത്തിലധികം ഒഴിവുകളാണ് ഇന്ന് നിലവിലുള്ളത്. 3.25 ലക്ഷത്തോളമാണ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് കാരണം
റെയിൽവേ സുരക്ഷ പോലും അപകടത്തിലാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും കഴിഞ്ഞ മാസം വെറും 6000-ഓളം വരുന്ന പേരെ മാത്രമാണ് ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. BJP ഭരണത്തിൽ ഇവിടെ തൊഴിലില്ലായ്മ കുത്തനെ വർദ്ധിക്കുന്നു. ഇവിടെ തൊഴിലില്ലായ്മ കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് BJP ഭരണത്തിൽ. അതേപോലെ തന്നെ ഈ ജാഥയിലൂടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉന്നയിക്കുന്ന വേറൊരു വിഷയമാണ് കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നുള്ളത്. നമുക്കറിയാം പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ നാളുകളില് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭം നടന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. മാസങ്ങളോളം നടന്ന കർഷക പ്രക്ഷോഭം കാർഷിക വരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം 2022 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് 30 കർഷകരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കർഷക വരുമാനം ഇരട്ടിയും കൃഷിയിടങ്ങൾ വരുമാനം സ്രോതസ്സുകൾ ആയിരുന്നുവെങ്കിൽ ഇതുപോലെ ആത്മഹത്യകൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾ വിലക്കെടുക്കാതെ ഇന്നും നമ്മുടെ രാജ്യത്തുള്ള കർഷകര് ഡൽഹിയില്, നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയില് ഇന്നും സമരത്തിന് ഇറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. സ്വതന്ത്ര ജനാധിപത്യത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്വീഡിഷ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സ്വേച്ഛാധിപത്യവൽക്കരണം നടക്കുന്ന 10 രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളുടെ പരമാധികാരം എന്നത് ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, വേണ്ടത്ര ചർച്ചകളോ സംവാദങ്ങളോ നടത്താതെ പ്രതിപക്ഷത്തെ പോലും പുറത്തു നിർത്തി ജനവിരുദ്ധ നിയമങ്ങൾ ഇവിടെ പപ്പടം ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി ചുട്ടെടുക്കുന്ന കാഴ്ചകളാണ് നാം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് നാം ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത്. നാം ജാഗരൂകരാവേണ്ടതുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ 146 MP-മാരെ പുറത്ത് നിർത്തിക്കൊണ്ടാണ്, അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നടപ്പിലാക്കുന്നത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, പുതുവർഷാരംഭത്തിൽ തൃശ്ശൂരിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്തി. അവിടെ ഒരുപാട് ഗ്യാരണ്ടികൾ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് നാം കേട്ടു. 18 തവണ ആവർത്തിച്ച മോദി ഗ്യാരണ്ടിയുടെ പൊള്ളത്തരം രാജ്യനിവാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്. മോദി ഗ്യാരണ്ടി നൽകുന്ന 4 വിഭാഗങ്ങളാണ്. ഒന്ന് യുവശക്തി, ഒന്ന് സ്ത്രീശക്തി, ഒന്ന് കർഷകര്, ഒന്ന് ദരിദ്രര്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ 4 വിഭാഗങ്ങളും നേരിടേണ്ടി വന്ന ദുരിതങ്ങളും അവഗണനയും അതിക്രമങ്ങളും പരിശോധിച്ചാൽ മാത്രം മതി ഈ വക അവകാശവാദങ്ങൾ പൊള്ളത്തരമാണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. BJP ഇവിടെ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പതിപ്പായിട്ടുള്ള യോഗി ഭരിക്കുന്ന UP-യിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയും കുട്ടികളും പീഡനത്തിന് ഇരയാകുന്നത്, ബലാത്സംഗത്തിന് ഇരയാകുന്നത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഹത്രാസില് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട് ആ കുട്ടിയുടെ മൃതദേഹം പോലും ആ കുടുംബത്തിന് അവരുടെ മത അനുഷ്ഠാന പ്രകാരം മറവ് ചെയ്യാൻ കൊടുക്കാതെ കേവലം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു ദുരാവസ്ഥ നമ്മുടെ രാജ്യം കണ്ടതാണ്. അതുപോലെ തന്നെ നാം കണ്ടു മണിപ്പൂരിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നോടിയായി നടന്ന സംഭവം
രണ്ടു സ്ത്രീകളെ നഗ്നരാക്കിക്കൊണ്ട് ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭീകരവാദികൾ ഈ രാജ്യത്തിന്റെ വിരിമാറിലൂടെ നടത്തിക്കൊണ്ടു പോകുന്ന ദുരക്കാഴ്ചകൾ നാം കണ്ടതാണ്. എന്നിട്ട് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുന്ന കാഴ്ചകളും ഈ ലോകം കണ്ടതാണ്. ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മെ നാണം കെടുത്തുന്ന പ്രവൃത്തികളാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് രക്ഷകനാകേണ്ട ആളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ രക്ഷിതാവാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നേരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഫാഷിസം നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണം രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിനുമേൽ മതം പ്രതിഷ്ഠിക്കാനുള്ള ഭരണകൂട ശ്രമങ്ങളെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ പ്രതിരോധിക്കാൻ നാം തയ്യാറാവണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിയെ കൊന്നവർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് നിറയൊഴിച്ച് വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആ രാജ്യദ്രോഹികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാഷിസം വളരെ വ്യവസ്ഥാപിതമായി വളരുകയും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഫാഷിസം ഭരിക്കുന്നത് വെറും 40% താഴെ മാത്രം ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന 60%, ഭൂരിപക്ഷം വരുന്ന 60%വും ഈ ഭരണത്തിനെതിരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരെ തോൽപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും രാഷ്ട്രീയ സംവിധാനം ഉണ്ടോ എന്നാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ ഉയർന്നു വരുന്ന ഇന്ത്യ മുന്നണി പോലെയുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് ഇന്ത്യ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നില്ല എന്നുള്ളതാണ് നാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് SDPI പോലെയുള്ള ഈ ചെറിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ പ്രസക്തമാകുന്നത്. എന്നാൽ അത്തരം പാർട്ടികളെയൊന്നും ഇവിടെ അവരുടെ ഏഴയലത്ത് പോലും അടുപ്പിക്കില്ല എന്ന തിട്ടൂരം പുറപ്പെടുവിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകളെ നമ്മൾ ഈ രാജ്യത്തിന്റെ രക്ഷകരായി വിശ്വസിക്കണോ എന്ന് നാം ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും തച്ചുടച്ച് ഭരണഘടനാ തത്വങ്ങൾ കാറ്റിൽ പറത്തി രാജ്യത്തിന്റെ സമ്പദ്ഘടനയും കാർഷിക മേഖലയും തകർത്തെറിഞ്ഞ് പൗരാവകാശങ്ങൾ ഇല്ലാതാക്കി ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രം സമ്മാനിച്ച് ദുർഭരണം നടത്തുന്ന ഫാസിസ്റ്റ് സർക്കാരിന് വീണ്ടും ഒരു അവസരം നൽകുന്നത് ആത്മഹത്യാപരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത് സുഹൃത്തുക്കളെ. എല്ലാവിധ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വാഴ്ചയുടെ സ്ഥിതിയിലേക്കും ഏകാധിപത്യത്തിലേക്കും നമ്മുടെ ഇന്ത്യ രാജ്യം പ്രവേശിക്കുമ്പോൾ ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്ത് അലയടിച്ചുയരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സംസ്ഥാനത്ത് ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ജനമുന്നേറ്റ യാത്ര. ഈ നാട്ടിലെ നല്ലവരായ മതേതര ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഇതുപോലെയുള്ള ഈ ഒരു പ്രക്ഷോഭ നമ്മുടെ രാജ്യം രക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭ പ്രതിരോധ സമരങ്ങളിലേക്ക് ഈ നാട്ടിലെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും കടന്നു വരണമെന്നും ഈ പാർട്ടിയെ നിങ്ങൾ സഹായിക്കണമെന്നും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഈ പാർട്ടിക്ക് ഉണ്ടാവണമെന്നും
അപേക്ഷിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന 21-ാം തീയതി ഷൊർണൂരിൽ നിന്നും ആരംഭിക്കുന്ന ജനമുന്നേറ്റ യാത്ര സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ സന്ദേശയാത്രയുടെ നന്ദി പ്രകാശനത്തിന് വേണ്ടി ഈ ജാഥ ക്യാപ്റ്റനും പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള സയ്യിദ് അലി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് SDPI, ജയ് സോഷ്യൽ ഡെമോക്രസി. ബഹുമാന്യരായ നാട്ടുകാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥയുടെ ഭാഗമായി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയാണ് ഈ കൊപ്പം സെന്ററിൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 12-ാം തീയതി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സ്വീകരണ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വാഹന പ്രചരണ ജാഥ ഇന്ന് 14-ാം തീയതി ആമയൂർ സെൻറ്ററിൽ നിന്നും ആരംഭിച്ചു കൊപ്പം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പുലിക്കല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വെല്ലപ്പുഴ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകിക്കൊണ്ട് വെല്ലപ്പുഴ ഗേറ്റിൽ വെച്ച് സമാപിപ്പിക്കുകയാണ്. ജാഥയിലുടനീളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയെക്കുറിച്ചാണ്. അതിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ആവശ്യങ്ങൾ ഇവിടെ വിവരിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പാർട്ടിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് കാലമായി പല മതേതര കക്ഷികളെയും പരീക്ഷണത്തിന് വിധേയമാക്കി അവസാനം സ്വന്തം രാജ്യത്ത് പൗരന്മാരായി തുടരാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്കാണ് അവസാനം എല്ലാ കക്ഷികളും എത്തിച്ചേർന്നത്. അതുകൊണ്ട് സംഘപരിവാര ഫാഷിസത്തിനെതിരെ സ്ഥായിയായി ശക്തമായിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ശക്തമായ രീതിയിലുള്ള ഒരു സംഘാടനം നടത്താനുള്ള നേതൃശേഷിയും അതിനുള്ള ആൾബലവും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കേഡർമാരുമുള്ള ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഈ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അതാണ് സംഘപരിവാര ഫാഷിസത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് അനിവാര്യമായ ഒരു പോംവഴി എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഈ ജാഥയിൽ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ജാഥയിലെ സ്വീകരണം നൽകിയ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലമായ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ്. പ്രത്യേകം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് SDPI, ജയ് സോഷ്യൽ ഡെമോക്രസി.